ലോകേഷ് കനകരാജിന്റെ കൂലി, മാർക്കോലെ പോലെയൊക്കെ ഉള്ള കുറച്ച് കത്തിക്കുത്ത് ഫൈറ്റുകൾ, അതേപോലെ കുറച്ച് വെടിവെപ്പ്, ഇതൊക്കെ കാണാമെന്ന് പ്രതീക്ഷിച്ച് പോയ ഒരാൾക്ക് ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ആ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ആ സിനിമയിൽ ഇല്ല. നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും ഇത് എന്തിനാണ് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് എന്ന്. ഈ സിനിമ എന്തായാലും ഒരു വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്റെ മാത്രം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ആദ്യം പറയുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് പോസിറ്റീവായി തോന്നിയ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ല. കാരണം അതിന്റെ ഒന്നാമത്തെ കാര്യം മ്യൂസിക് തന്നെയാണ്. കുറെ സിനിമകൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ. ഇതിലൊക്കെ പറ്റാത്ത കാര്യങ്ങൾ ഈ സിനിമയിലെ മ്യൂസിക് കൊണ്ട് മാത്രം ഒരു 50% നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് ഒരു രീതിയിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി മ്യൂസിക്. അതേപോലെ തന്നെ സൗബിന്റെ ആക്ടിങ്, ഒരു മലയാള നടന് കൊടുക്കാവുന്നതിന്റെ ഏറ്റവും നല്ല സ്ക്രീൻ സ്പേസും ആ കിട്ടിയ റോളിനെ ഏറ്റവും മികച്ച രീതിയിൽ നല്ല രീതിയിൽ അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗംഭീരാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ് ഉപേന്ദ്ര. പുള്ളിയുടെ സ്വാഗും അതേപോലെ തന്നെ പുള്ളിന്റെ മാസും കുറച്ച് നേരമാണെങ്കിലും നല്ല രീതിയിൽ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ രജനീകാന്തിന്റെ കുറച്ച് പാസ്റ്റ് സ്റ്റോറീസ് കാണിക്കുന്ന രംഗങ്ങളുണ്ട്. അതിനകത്ത് AI ചെയ്തേക്കുന്ന വർക്ക്, ഇപ്പൊ AI ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, വേറെ എന്തെങ്കിലും രീതിയിലുള്ള എഡിറ്റിംഗ് ആണോ എന്ന്. പക്ഷെ എന്തിരുന്നാൽ പോലും അത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ പുള്ളിന്റെ പണ്ടത്തെ തഗ്ഗും മാസും എല്ലാം വരുന്ന രീതിയിൽ വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റത്തെ ഒരു 10-20 മിനിറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പടം നല്ല രീതിയിൽ വൃത്തിക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന രീതിയിലാണ് പടം പോകുന്നത്. നമുക്ക് ഒരു നല്ല ഊണ് കിട്ടി. ഊണിനകത്ത് ചില കറികൾ മോശമായി, പക്ഷെ ലാസ്റ്റത്തെ പായസവും കൂട്ടി പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചപ്പം നമുക്കൊരു ഏമ്പക്കം വിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ലോകേഷ് കനകരാജിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ LCU ആണ്, ലോകേഷിന്റെ പടമാണെന്നുള്ള അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷനിൽ നിങ്ങൾ പോവാതെ ഒരു രജനീകാന്ത് ഷോ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രായത്തിൽ ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതിന്റെ മാക്സിമം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ സിനിമ കംപ്ലീറ്റ്ലി ഞാൻ ഒരിക്കലും നല്ലതാണെന്നും പറയുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണെന്നും പറയുന്നില്ല.